ഇപ്പോൾ സ്ത്രീകൾ ഈ ബെഡ്റൂമിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് ഒന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ രീതി ഒരു സ്ത്രീ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി അതേ രീതിയിൽ ഇങ്ങോട്ട് വരും ഇല്ലേ? കല്യാണത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഓക്കെ, പക്ഷേ ഒരു കല്യാണത്തിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ മാതിരി ഫസ്റ്റ് നൈറ്റോട് കൂടി ആരംഭിക്കുകയും ഫസ്റ്റ് നൈറ്റോട് കൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതല്ലല്ലോ ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാലഘട്ടത്തോളം നിൽക്കേണ്ട ഒരു സംഗതിയാണ് സെക്സ്. അപ്പോൾ എല്ലാ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി അതേപോലെ ഒരു പുരുഷൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരു പുരുഷൻ എന്ത് ഇതാണ് തോന്നുക, അതേപോലെ അവരുടെ ബെഡ്റൂം അതൊരു നല്ല മനോഹരമാക്കി വെക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന് അവളോടുള്ള ഒരു ഇഷ്ടവും ആകർഷണയൊക്കെ കൂടാം. പിന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഫീസ് അടക്കണ കാര്യമായാലും വീട്ടിലെ കൊച്ചു പ്രശ്നങ്ങളായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കരുത്. അത് നിങ്ങളെ സ്വകാര്യപരമായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കാനുള്ള സ്നേഹപ്രകടനം നടത്താനുള്ള കാര്യങ്ങളായിരിക്കും. ഈവൻ നിങ്ങൾക്ക് ഇനി അത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തുകയും സംസാരിക്കുകയാണ്. അത് നമ്മൾ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയാം. ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരും. ഞാൻ പലപ്പോഴും പറയുന്നത് നിങ്ങൾ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കരുത്. അവിടെ ഉറങ്ങാനും നിങ്ങൾ ഇണയുമായിട്ടുള്ള ഇണ ചേരാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ഒരു മനോഹരമായിരിക്കണം. കുറേ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൂടിയ ബെഡ്ഷീറ്റും കാര്യം എന്നൊക്കെ അല്ല, അതിൻ്റെ ഉള്ളിൽ മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഓരോരുത്തരും നമ്മളെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ രണ്ടുപേരും ആയിക്കോട്ടെ നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോഴും പലപ്പോഴും നിങ്ങളൊരു ഫാമിലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്സിൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബഷീർ സാറുടെ നേതൃത്വത്തിലുള്ള ഒരു സൈക്കോളജി ടീം തന്നെ നമ്മളെ ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും കൗൺസിലിംഗ് ബുക്ക് ചെയ്യാനും, അതായത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിലൊരു ചിലപ്പോൾ നാം മനസ്സിലാക്കിയുള്ളൊരു കാര്യമാണ് പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ പല കുട്ടികളും, ഇപ്പോൾ വളരെ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ പോൺ വീഡിയോസ് കാണുകയും മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട്. സാറിപ്പോൾ പല കൗൺസിലിംഗ് കേസുകളും സാറിപ്പോൾ വന്നിട്ടുണ്ടാകും. അതായത് ടീനേജ് ആയിട്ടുള്ള 12-13 വയസ്സായിട്ടുള്ള കുട്ടികൾ വരെ ചിലപ്പോൾ സാറടുത്ത് വന്നിട്ടുണ്ടാകും അങ്ങനത്തെ കേസുകളിൽ. ശരിക്കും ഈ പോൺ വീഡിയോസ് എന്നത് അപകടം തന്നെയാണോ? നമ്മൾ സോഷ്യൽ മീഡിയ ഇത്രത്തോളം വൈഡായിട്ട് നിൽക്കുന്ന സമയത്ത്, സ്വാധീനം ചെലുത്തുന്ന സമയത്ത് ഒരാളുടെ ലോകമാണ് ശരിക്കും അയാളുടെ ഫോൺ. അയാൾ അതിൽ എന്ത് ചെയ്യണുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല അല്ലേ? അത് എടുത്ത് നോക്കുന്നത് പോലും ഇപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങളെ ഫോണ് ഒരാൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയാൾ കുറേ കാര്യങ്ങൾ, ഏതൊരു മനുഷ്യനും ഒരു ഗ്രാസ് സൈഡ് ഉണ്ട്, അതില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അപ്പം അയാൾ അത്തരം ചാനലുകൾ ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ അത് അമിതമായി കാണുകയും അയാളെ വ്യക്തിപരമായ ലൈഫിനെയും കുടുംബജീവിതത്തെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷകരം തന്നെയാണ്. അതിനിയിപ്പം ഇത്തരം ചാനലുകൾ വീഡിയോസുകൾ ആവണമെന്നില്ല. ഗെയിമാണെങ്കിൽ പോലും ഒരുപാട് സമയം റീൽസ് കാണുകയാണെങ്കിലും ഒക്കെ അതൊരു തരത്തിലുള്ള അഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും നിങ്ങളെ പ്രൊഫഷണലിനൊക്കെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷകരം തന്നെയാണ്. അത് ദോഷകരമായ ഒരു കാര്യം തന്നെയാണ്. തീർത്തും നമുക്കൊരാൾ ഇത്തരം വീഡിയോസ് കാണാതിരിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാനൊന്നും പറ്റില്ല. അതിലേക്കൊക്കെ വന്നു പോകും. പക്ഷെ അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷം തന്നെ. ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണ്. ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷം തന്നെയാണ്. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോൺ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി ഒരു 3 കാര്യങ്ങൾ സാറോട് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സാർ അത് പറഞ്ഞു കൊടുക്കുക? അതൊരു 3 കാര്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ അത് എന്തുകൊണ്ടാണ് അയാൾ അതിലേക്ക് പോകുന്നതെന്ന് നോക്കണം. ഒരു സാധാരണ രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, അത് അയാളെ എഫക്റ്റ് ചെയ്യണമെന്നില്ലെങ്കിൽ ഓക്കെ, അത് നോർമലായിട്ട് നമുക്ക് വിടാം. അതല്ല പിന്നെ അത് വെച്ചിട്ട് ആ രീതിയിലൊക്കെ അയാളെ സെക്സിന് ഇതൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട്. പക്ഷേ എന്താണ് അയാൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, എന്തുകൊണ്ടാണ് അയാൾ ഇത് അമിതമായി ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് വെച്ചാൽ ഫോണാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അത് അമിതമായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും.
ആ കാരണം കണ്ടുപിടിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഒന്നിലൊരു പ്ലഷർ കിട്ടുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, എപ്പോഴും ടെൻഷനും ആൻസൈറ്റിയും ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഒരുപാട് സമയം ഫോൺ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അവരെ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് നേരെ മാറ്റി വെച്ചെന്ന് കരുതിച്ചിട്ട് അവരത് ഉപയോഗം കുറയില്ല. അവർക്ക് എന്തുകൊണ്ടാണ് അതിലേക്ക് പോകാനുള്ള റീസൺ കണ്ടുപിടിക്കണം. ആ റീസൺ കണ്ടുപിടിച്ചിട്ടാണ് അതിന് പരിഹാരം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഒന്ന് അതിനെക്കുറിച്ചുള്ള നല്ല അവരെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. രണ്ടാമത് അവർക്ക് വേറെ രീതിയിലുള്ള പ്ലഷറും കാര്യവും സന്തോഷം കാണുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും അതിലേക്ക് മാറുകയും ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ള ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം അതിൽ ഫോണിൽ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പോവാം, കൂട്ടുകാരെ കൂടെ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിലും ചെയ്യല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്ലഷർ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഫോണൊക്കെ ഇല്ലാത്ത സമയത്ത് പല പ്ലഷറുകളും ആൾക്കാർ വളരെ രസകരമായിട്ട് അവരെ സമയം ചിലവഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് അവരെ മനസ്സിനെ മാറ്റുകയും ചെയ്യുകയാണ് അതിൽ നമുക്ക് മാറാൻ പറ്റും. ഇനിയിപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം കൂടി വേണ്ടി വരും. അപ്പോൾ ഇതിൽ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഒക്കെ ഇരിക്കുകയാണുമ്പോൾ ഇത്തരം ചാനലുകൾ നമ്മൾ കാണുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം കുറയ്ക്കുക. മനസ്സിലായില്ലേ? പിന്നെ വല്ലാതെ കിട്ടുകയാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് വേണമല്ലോ, അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക. വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഫോണിൽ തന്നെ അത് ചെയ്യാൻ പറ്റുമല്ലോ, ഇത്ര സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ രീതിയിൽ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജോക്കിങ്ങിനോ ഒക്കെ പോകുമ്പോഴും കാര്യങ്ങൾ കുറച്ചുകൂടി കിട്ടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. അതേപോലെ ഈ നെറ്റിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക. പിന്നെ നമ്മളതിനെ തീരുമാനിക്കുക എത്ര സമയം നമ്മളത് യൂസ് ചെയ്യുള്ളൂ എന്ന്. ആ രീതിയിൽ സെറ്റിങ്സൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അത്തരം കാര്യങ്ങൾ ചെയ്ത് വെക്കുക. ഇത് വെരി സിമ്പിളാണ്, ആർക്കും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോൺ അഡിക്ഷൻ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം പോൺ അഡിക്ഷനായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ പോൺ അഡിക്ഷനെ കുറിച്ച് സംസാരിച്ച പോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണല്ലോ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വയംഭോഗം നല്ലതെന്ന് പറയുന്ന ആളുകളുണ്ട്, സ്വയംഭോഗം അത് ശരീരത്തിന് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു രണ്ട് ടൈപ്പ് ആളുകളെയും കണ്ടിട്ടുണ്ട്. ഈ സ്വയംഭോഗം ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ ദോഷമാണോ? ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, സ്ത്രീ ആയാലും പുരുഷനായാലും അവന് മാസ്റ്റർബേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് തെറ്റാണ് ശരിയാണെന്നൊന്നും നമുക്ക് പറയാം. ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മളൊരു പ്രോസസ്സിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണുള്ളത്. പക്ഷെ അത് കൂടുതൽ ഒരുപാട് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അത് ബുദ്ധിമുട്ട് വരിക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട്, മാസ്റ്റർബേറ്റ് ചെയ്താൽ എൻ്റെ കണ്ണ് ഉള്ളിലേക്ക് പോകും, നെഞ്ഞിൻ്റെ ഇവിടെ ഇങ്ങനെ ഇത് വരും, ഞാൻ മെലിഞ്ഞു പോകും എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ച ആൾക്കാരെ കണ്ണെന്തുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നില്ല? അത് തന്നെയാണല്ലോ ഇവിടെയും നടക്കുന്നത്. അവരെ ഉള്ളിലേക്ക് ഒട്ടിപ്പോകുന്ന കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ തടി കൂടി വരുന്നതായി കാണാം. പക്ഷേ അങ്ങനെയില്ല. അത് കൗമാരക്കാരായ പല പിള്ളേരും നമ്മളെ അടുത്ത് വന്നിട്ട് അങ്ങനെ സംസാരിക്കാറുണ്ട്. ആകെ പേടിച്ചിട്ടുണ്ടാവും അവർ. അത് അവരെ പഠനത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൽ നടക്കുന്ന ഒരു സംഗതിയാണ് മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളെ അടുത്തൊരു സെക്ഷൽ ഡിസ്ഫങ്ഷനൊക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഞാൻ ചോദിക്കാറുണ്ട് മാസ്റ്റർബേറ്റൊക്കെ ചെയ്തിരുന്നോ ചോദിക്കാറുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ അതുപോലും ചെയ്യാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സെക്ഷൽ തോട്ടും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാസ്റ്റർബേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് പലപ്പോഴും
നമ്മുടെ ആൻസൈറ്റി മൂലം അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റീസ് മൂലം ഭയങ്കര ബോറടിക്കുന്ന മൂലം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഷർ എന്നൊക്കെ രീതിയിൽ വരുമ്പോൾ അത് തെറ്റായ രീതിയിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വാഭാവികമായ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, അതല്ല ഒരുപാട് അതന്നെ അതുപോലെ ഒരു നിങ്ങൾ പറഞ്ഞ അതിനൊരു അഡിഷനായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം, അതിന് പരിഹാരം കണ്ടെത്തണം. ഏതൊരു കാര്യം അമിതമാവുന്നതല്ല. ഇവിടെ ഞാനിത് ചെയ്യുന്നു, എപ്പോഴെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നത് ഭയങ്കര കുറ്റമായിട്ട് കണ്ടുവരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അല്ല എപ്പോഴും അത് ചെയ്യുന്നു, പിന്നെ എപ്പോഴിങ്ങനെ ബോറടിക്കണു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതവരെ ബാധിക്കും, അവരുടെ ജീവിതത്തിനെ ബാധിക്കും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനും കൗൺസിലിംഗ് ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടാണെങ്കിൽ അതിൽ നിന്ന് റിക്കവറി ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ പേടിച്ചൊന്നുമല്ല നടക്കേണ്ടത്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയും അവരോട് തുറന്ന് പറയുകയാണ്. നിങ്ങളെ കൂട്ടുകാരേറ്റോ ഒന്നോ അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരേക്ക് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് പലപ്പോഴും തെറ്റായിരിക്കാം, കാരണം അവർക്കത് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും പഠനത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ബാധിച്ചു.